നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. യോ എടീ, മൊബൈൽ ഫോൺ ഓണാക്കല്ലേ? നീ ഓണാക്കിയോ? ഇല്ല. ഇത് നീ ഓണാക്കരുത്. അവനെ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ടാവും. അവര് ലൊക്കേഷൻ സെർച്ച് ചെയ്ത് നമ്മളെ പിടികൂടും. അതെനിക്കറിയാം. ഞാൻ മൊബൈൽ ഓണാക്കിയിട്ടില്ല. അതിരിക്കട്ടെ, എന്താണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ? അതൊക്കെ പറയാം. ഇത് രൂപ 1.5 കോടിയാ. ഇതിങ്ങനെ കയ്യിൽ വെച്ചോണ്ട് നടക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല. ബാങ്കിലിടാൻ പറ്റില്ലേ? എടി, പറ്റില്ല. നമുക്ക് ഇത്രയും പണം കയ്യിൽ വരാനുള്ള സോഴ്സ് ഒക്കെ ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. വലിയ പൊല്ലാപ്പതൊക്കെ. നമുക്കിത് ഒരുമിച്ച് ചെലവാക്കാനൊന്നും പറ്റില്ല. പതുക്കെ പതുക്കെ മാത്രമേ ഇത് നമ്മുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണെന്ന് വരുത്തി മാറ്റിയെടുക്കാനായിട്ട് പറ്റൂ. അല്ലെങ്കിൽ പിന്നെ വിജിലൻസ്, എൻഫോഴ്സ്മെന്റ്. ഇതിപ്പോ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ആയല്ലോ. തേങ്ങ പൊതിക്കുന്ന പട്ടികളും ഉണ്ട്. ഏതായാലും ഞാനൊരു കാര്യം ആലോചിച്ചിട്ടുണ്ട്. അതേ പ്രാക്ടിക്കലാവും. നീ പറ. അതെ, നമുക്കേ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഉൾഗ്രാമത്തിലോട്ട് പോവാം. അവിടെ എവിടെയെങ്കിലും ഒരു നല്ല വീട് കണ്ടെത്തി കുറേ കാലം അവിടെ ജീവിക്കാം. അല്ല, നിന്റെ അഭിപ്രായം എന്താ? അത് നല്ലതാ. ആരും അറിയില്ല. ഈ തേനിയിലോ പെരുങ്കുളത്തോ പൊള്ളാച്ചിയിലോ. അതിലും ഉൾഗ്രാമത്തിൽ പോവാം. അതൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്തോളാം. പക്ഷേ എങ്ങനെ പോവും നമ്മള്? ബസ്സിലോ ട്രെയിനിലോ ഒക്കെ കയറി? നില്ല്. നാളെ തന്നെ നമുക്കൊരു കാർ വാങ്ങാം. അതെങ്ങനെ പറ്റും? കാറ് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കണ്ടേ? മൈഥിലി, സെക്കൻഡ് ഹാൻഡ് കാറ്. അത്തരം കാറുകൾ കാശ് കൊടുത്താൽ നമുക്ക് അപ്പം തന്നെ വാങ്ങിക്കാം. അത് നാളെ തന്നെ നമ്മൾ വാങ്ങിയിരിക്കും. ഇനി അങ്ങോട്ട് നമ്മൾ നമ്മുടെ കാറിലാണ് യാത്ര. എടോ, എന്തായാലും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നമ്മൾ ഒന്നായിരിക്കുന്നു. ഇനി ഞാനും നീയും മാത്രം. നമ്മുടെ ജീവിതം നമുക്കൊരു ഉത്സവമാക്കി ആഘോഷിക്കണം. കേട്ടോ സാവിത്രി? എന്താ എന്താ ഞാനാന്ന്? ആ അതെ, സാവിത്രി. നിനക്കെന്ത് പറ്റി? നീ വല്ല മൈം ഷോയ്ക്കും പോകുന്നുണ്ടോ? ഞാൻ മൈം ഷോയ്ക്ക് ചേർന്നൊന്നും അല്ല. പിന്നെ എന്റെ മുഖം ചെറുതായിട്ടൊന്ന് പൊള്ളി. ചെറുതായിട്ട് പൊള്ളിയൊന്നും? എങ്ങനെ പൊള്ളി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.